വിനീതിൻ്റെ നല്ല മനസ്സ് തിരിച്ചറിയുന്ന ഗംഗ. അങ്ങനെ വിനീതാണെങ്കിൽ തൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അതായത് ഭാസ്കരൻ അവിടെ കാശ് ചോദിച്ചു വന്നിരിക്കുകയാണ്, തന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് എന്ന് പറയുമ്പോഴാണ് വിനീത് ചെല്ലുന്നത് എന്ന് കാണാം. അവിടെ എത്തിക്കഴിയുമ്പോൾ ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട് വിനീതിൻ്റെ അടുത്ത്, എടാ നീ മര്യാദയ്ക്ക് എനിക്ക് 3.5 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കേണ്ടി വരും അവൾ ജീവിതകാലം മുഴുവൻ എന്ന് പറയുന്നു. നീ പറഞ്ഞില്ലേ അതേമാതിരി തന്നെ സംഭവിക്കുമെന്ന് പറയുന്നു. ഇതേ സമയം നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാസ്കരനെ കൗത്തിനു പിടിച്ച് തല്ലുന്നുണ്ട്. അപ്പോഴേക്കും മോളാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട്, ഗംഗാൻ്റി പറയി, അച്ഛനെ അടിക്കല്ലേ എന്ന് പറയി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴേക്കും നമ്മളെ ചേച്ചി അതിലിടപെടുന്നുണ്ട്. നീ ഏട്ടനെ മാത്രമല്ലടാ എന്നെയും കൂടി കൊല്ലടാ എന്ന് പറയുന്നത് കാണാൻ കഴിയും. നിനക്ക് എന്താ വേണ്ടത്? ഈ സ്വത്തിനു വേണ്ടിയാണോ നീ കടിപിടി കൂടുന്നത്? എൻ്റെ ഭർത്താവ് ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഇത്തരമൊരു ഡ്രാമ കളിച്ചത്. എൻ്റെ ഭർത്താവ് എന്തിനാണിത് ചെയ്തതെന്നറിയാമോ? എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വലിയൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. അമ്മ ഇന്നോ നാളെയോ എന്ന് കിടന്ന് ജീവന് വേണ്ടി മല്ലടിക്കുകയാണ്. 3.5 ലക്ഷം രൂപയുണ്ടെങ്കിലേ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. ഭാസ്കരേട്ടൻ എല്ലായിടത്തും അലഞ്ഞു, പക്ഷേ എവിടെ നിന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാസ്കരേട്ടൻ എന്നോട് ചോദിച്ചിട്ടാണ് ഈയൊരു കളി കളിച്ചത് എന്ന് പറയുന്നു. ഇനി നിനക്ക് ഭാസ്കരേട്ടനെ തല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, അതിനുശേഷം തല്ലിക്കോളൂ എന്ന് പറയുന്നു. കൂടാതെ എവിടെ നിന്നെങ്കിലും ഒരു 3.5 ലക്ഷം രൂപ കൊടുക്ക്. ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ല, ആൾക്ക് ആളുടെ അമ്മയെ രക്ഷിക്കാൻ ഒരു ജീവൻ്റെ വിലയല്ലേ, അത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിനീതിനാണെങ്കിൽ നല്ല രീതിയിൽ സങ്കടം തോന്നുന്നു. വിനീതാണെങ്കിൽ തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നു. വിനീത് സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഇതേ സമയം ഗംഗ വിനീതിനെ ആശ്വസിപ്പിക്കുന്നൊരു കാഴ്ച കാണാം. പോട്ടെ, സാരമില്ല, നമുക്ക് ആ പൈസ തീർച്ചയായിട്ടും കൊടുക്കാം, അളിയൻ്റെ അമ്മയെ രക്ഷിക്കാമെന്ന് പറയുന്നത് കാണാം. അപ്പോഴേക്കും വിനീതാണെങ്കിൽ ആകെ ഡൗൺ ആവുന്നുണ്ട്. ആ ആവേശമൊക്കെ വിനീതിൻ്റെ കെട്ടടങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകർ.